ഗൈസ്, അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ ആണ്. ഫസ്റ്റത്തെ ആയതുകൊണ്ടൊരു വെറൈറ്റി വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ അമ്മമ്മേനെ കൊണ്ടൊരു ചക്കപ്പൊയ്ക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി വീഡിയോ അല്ല, എന്നാലും അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് പോവാം. ഗൈസ്, ചക്കപ്പൊയ്ക്ക് ഉണ്ടാക്കാനുള്ള ചക്ക അവിടെ അമ്മമ്മ ചുളയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. 2 പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ആയിട്ട് കാണാം. മുറിച്ചിട്ടിട്ട് കാണാം. ഗൈസ്, അമ്മമ്മയാണ് ചക്കപ്പൊയ്ക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതാ ചക്ക മുറിച്ചിടാൻ കൊണ്ടുപോവാണ് അമ്മമ്മ. അങ്ങനെ ഗൈസ്, ഇതാ അമ്മമ്മ ചക്ക മുറിച്ചിടുന്ന സ്ഥലത്താണ്. ഈ ചക്ക മുറിച്ചിട്ടിട്ട് പൊയ്ക്കാക്കാം. എന്നിട്ട് അമ്മമ്മ തിന്നിട്ടോ. അങ്ങനെ ഗൈസ്, ആവശ്യത്തിന് വേണ്ട ചക്ക സെറ്റാക്കി മുറിച്ച് വെച്ചേക്ക്. ഗൈസ്, ഇതിലേക്ക് അമ്മ മുളക് മുറിച്ചിടാണ്. എത്ര മുളക് ഇടുന്നുണ്ട്? 2 എത്രയെങ്കിലൊക്കെ ഇട്ടിട്ടോ. അപ്പോൾ മുളക് മുറിച്ചിടാണ്. ഇവിടെ നിന്ന് മുളക് ഇടുന്നു, ഇതിലേക്ക് മുറിച്ചിടുന്നു. ചക്കയെ കൊണ്ട് പോവുകയാണ് ഞങ്ങൾ. ചക്ക ഇവിടെ ഇതായിട്ടുണ്ട്. ഇനി എന്തെല്ലാം ഇടാണ്ട് മാറ്റിയാണ് കേട്ടോ. പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് വേണ്ട ഉപ്പാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. ഇട്ട് കൊടുത്തു പ്ലീസ്. ബാക്കി ഇതാ പ്ലേറ്റിൽ വെച്ചേക്ക്. സെറ്റായി. ഇതിന് വേണ്ട മഞ്ഞപ്പൊടി ഇടാം. ഒരു 2 സ്പൂൺ ഇടാം. ഓക്കെ, ഇല്ല, ഒരു 3 സ്പൂണാണ്. 3 സ്പൂൺ. ഓക്കെ, നിങ്ങൾ എടുക്കുന്ന ചക്കൊക്കെ അനുസരിച്ചിടാം. ഗൈസ്, നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഇതുപോലെ ആയിരുന്നു ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, എല്ലായിടത്തും ആവണ്ടേ. അമ്മമ്മ ഇങ്ങനെയാണ് വെള്ളം ഒഴിക്കുന്നത്. ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ചക്കയാണ് നമ്മൾ ഗ്യാസിൽ വെച്ച് വേപ്പിച്ചെടുക്കാൻ പോവാണ്. എന്ന് വെച്ചാൽ ചക്കപ്പൊയ്ക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അങ്ങനെ അമ്മമ്മ ചക്കപ്പൊയ്ക്കിനെ മൂടി. അമ്മമ്മ ഗ്യാസ് ഓൺ ചെയ്യാണ്. ഗ്യാസ് ഓൺ ചെയ്തു. അതിൻ്റെ മേലേക്ക് ചക്കപ്പൊയ്ക്കിനെ വെച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഇനി ചക്കപ്പൊയ്ക്ക് കിടന്ന് വേവട്ടെ, എന്നിട്ട് കാണാം. ഇതൊരു 5-10 മിനിറ്റ് കൊണ്ട് വേവുന്നാണ് അമ്മമ്മ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഇവിടെ ചക്ക റെഡി ആയിക്കൊണ്ടിരിക്കണം. അമ്മമ്മയിലോട്ട് ചൂട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് സിമ്മിലാക്കിയിട്ടുണ്ട്. ഇതുപോലെ സ്പൂണൊക്കെ വെച്ചിങ്ങനെ ചെയ്യാം. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നക്കി നോക്കണം. ചക്ക വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കരുവേപ്പില തന്നെ ഇടുന്നുണ്ട്. കടകടയും ഒരു ഡിസൈനൊക്കെ ആക്കിയിട്ടാണ് ഇട്ടുന്നത് കേട്ടോ. കരിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. ഗൈസ്, അമ്മമ്മ ചക്ക അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ചക്ക നല്ല ജ്യൂസി പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വറവിടണം. ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് വറവിടാൻ വേണ്ടി വെളുത്തുള്ളിയും ചെറിയുള്ളിയും എല്ലാം അമ്മമ്മ തോലൊക്കെ പോക്കി മുറിച്ചിടുകയാണ്. അമ്മമ്മ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് ഇതാ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് വെളുത്തുള്ളി, ഇനി ചെറിയുള്ളി അരിയണം. അങ്ങനെ 2 ഉള്ളി അരിഞ്ഞിട്ട് കാണാം. അങ്ങനെ ഗൈസ്, ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഗൈസ്, വെളിച്ചെണ്ണ ഒഴിക്കാം.
വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് കടുക് ഇടാൻ പോവാണ്. കേസ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതാക്കി വെച്ചിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളി ഇടാം. അങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം അതിന് ശേഷം ഇതിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു രസമുള്ള മണം. ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ചക്കന അതിലിട്ടിട്ട് വറവിട്ടാന അതിലിട്ടാണ് നമുക്ക് നമുക്ക് മിക്സ് ചെയ്യാം. ഓക്കെ, അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചക്ക അതാ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് തിന്നാം. ഓക്കെ, ഇത് അടയ്ക്കട്ടെ. ഓക്കെ, അടച്ചു. അങ്ങനെ ഗൈസ്, ഞാൻ ചക്ക കഴിക്കട്ടെ. ടേസ്റ്റ് ഉണ്ടോ നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാനിത് കഴിക്കട്ടെ കേട്ടോ.